ഗൈസ്, അപ്പോൾ ഇത് നമ്മളുടെ 3rd, 4th, 5th ഏതെങ്കിലും ഒരു ഡേ വീഡിയോ ആയിരിക്കും കേട്ടോ. എടാ അത് വീഡിയോയിൽ എപ്പോൾ വേണമെങ്കിലും ഇടില്ല ഞാന്. ഓക്കെ, അപ്പോൾ കാറിൽ നിന്ന് തന്നെ നമ്മളിത് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ചെവി അവിടെ ആ സാധനം ഇട്, ചെവിയിൽ കയറാത്ത സാധനം. അങ്ങനെ നമ്മുടെ ദേ പോലീസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. റെഡിയാ? ട്രെയിനിങ് കണ്ടോ അവിടെ? ഒറ്റ ലൈനിൽ നോക്കിയേ ഗൈസ്, ഇത് നമ്മുടെ ടീംസ് ആട്ടോ. സ്വിമ്മിങ്ങിന് അവരെല്ലാം റെഡി ആയിരിക്കും. അതിക്കൂട്ടം നോക്കട്ടെ, അതിക്കൂട്ടം ഫുള്ള് സെറ്റപ്പാ. ടീം എല്ലാം വെച്ച് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. പേരിലും ഫസ്റ്റ് ആരെ എത്താൻ നോക്കാം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, ഗ്യാപ്പ് ഇട്ടിട്ട് പോണേ ഗൈസ്. അപ്പോൾ ഇത് രണ്ടാമത്തെ 3ാമത്തെ ദിവസത്തെ ട്രെയിനിങ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മളൊരു 1 വീക്ക് ട്രെയിനിങ് ആയിട്ട് ഇടാം. അപ്പോൾ നോക്കാം കേട്ടോ. അങ്ങോട്ട് നിന്നോ. ഓക്കെ, ആരാണ് അവിടെ ആ റോപ്പിൽ പിടിക്കുന്നത് അവരാണ് വിന്നർ. ഓക്കെ, വിന്നർ ഒന്ന് 2, 1 ഗോ ഗൈസ്. അങ്ങനെ ടീക്കുട്ടി അദ്ദിക്കുട്ടനും പോകുന്നുണ്ട്. ആ റോപ്പിൽ ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവരായിരിക്കും ജയിക്കുക ഗൈസ്. ടീക്കുട്ടി എത്തി, ദെൻ ചിക്കു എത്തിയിട്ട്. ഓക്കെ, ഇനി രണ്ടുപേരും ഇങ്ങോട്ടോ, വേഗം വാ. ഇല്ലില്ല, ട്രൈ ചെയ്ത് നോക്ക്. വന്നോ ഗൈസ്. അവിടെ വാ. ഒന്നും കൂടെ ട്രയൽ എടുക്കാം. ഒന്നുകൂടെ അവിടുന്ന് വാ. ഓക്കെ ഗൈസ്, ടീക്കുട്ടി ദേ അവിടെ നിന്ന് രണ്ടുപേരും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2ോ 3ാമത്തെ ക്ലാസ് കൊണ്ട് തന്നെ ഒരു വിധം സെറ്റായിട്ടോ. ചേരും ഇങ്ങനെ മുങ്ങിയിട്ട് അടി കൂടെ പോണത് നോക്കട്ടെ തങ്കം. ഓ ടീയ പൊളിച്ചടാ. 5 years ആട്ടോ. ഒരു ഹായ് പറ മുത്ത്, ഒരു ഹായ് പറ. സാഹസം ഇവിടെ ഒരാൾ ചെയ്യാൻ പോണ. ദൈവമേ, അടിപൊളി. ആ മെന്റൽ കോൺഫിഡൻസ് വരണ്ടേ? ഇവിടെ കണ്ടോ, നമ്മുടെ മെന്റൽ കോൺഫിഡൻസിന്റെ ഒരാളുണ്ട് ഇവിടെ. ടീക്കുട്ടി അവിടെ തന്നെ കണ്ടോ? അദ്ദിക്കുട്ടൻ കണ്ടോ? ചിക്കോ അറിയാത്ത പണിക്ക് പോവരുത്. ഇവിടെ നിന്ന് ഇതിന്റെ മേലെ കയറാം. ഒരു മിനിറ്റ് നിക്കട്ടാ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് എങ്ങനെയാ ഡാഡിയുടെ? അങ്ങനെയല്ല, എന്നാ ഇയാള് കാണിച്ചു കൊടുക്ക്. ഓക്കെ, ചാടിയിട്ട് സ്വിം ചെയ്ത് അങ്ങോട്ട് പോണം കേട്ടോ, ഇങ്ങോട്ട് വരല്ലേ. ടീയ ചാടിയിട്ട് അവിടെ ടച്ച് ചെയ്യണം കേട്ടോ, അടിയിൽ നിന്ന് ഇങ്ങനെ പോണേ. അല്ലാതെ ഗൈസ് ഇവിടെ അദ്ദിക്കുട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, അദ്ദിക്കുട്ടൻ ചാടി കാണിച്ചു തരുന്നുണ്ട്. അദ്ദിക്കുട്ടൻ അങ്ങനെ ചാടുന്നുണ്ട്. ഇങ്ങനെ ചാടണ്ട കേട്ടോ, ഇങ്ങനെ ചാടിയിട്ട് സ്വിം ചെയ്യണേ അദ്ദിക്കുട്ടൻ. നീ ഒന്ന് മറ്റേ ഈ സാധനം ഇട്ട് അങ്ങനെ ചാടണ്ടെന്നാ മാം പറയണ. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ബ്രീത്ത് ഹോൾഡ്. ഇങ്ങനെയാണ് പേടി മാറ്റാട്ടിയ, ഒരു രക്ഷയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ആ ബേബി ചാടാനുള്ളതാ. ഇല്ല, ആ ബേബി ചാടാനുള്ളതാ. നോക്കട്ടെ, ചാടിയിട്ട് ചാടിയിട്ട് അങ്ങനെ സ്വിം ചെയ്യും. റെഡി, 1, 2, 3. എല്ലാരും പോയിട്ടോ. ഞാൻ പറയണത് കേക്ക്. ഒരു പ്രാവശ്യം ചിക്കു ചാടിയിട്ട് സ്വിം ചെയ്ത് പോണേ. ഓക്കെ ഗൈസ്, അതെ അതുകൊണ്ടന്നെ. ഒരു മിനിറ്റ് നോക്കിയതേ, അവൻ കണ്ടോ സ്വിം ചെയ്തിട്ട് അങ്ങനെ പോയി. ഗുഡ്. ശരി ടീയ, ഒരു പ്രാവശ്യം എല്ലാരും പോയി. 1, 2. കണ്ടോ, ഇതിന് എപ്പ മാറ്റെടുക്കും. വേഗം ചാടൂ. ഒരു ചാടാൻ കൂടി പേടിയുള്ള ആളിനെ നമ്മൾ ചാടാമോ? അയ്യോ, ഗുഡ്. അങ്ങനെ ചാടി. ഓക്കെ, അടുത്തത് അദ്ദിക്കുട്ടൻ ചാടി നോക്കിയേ. അദ്ദിക്കുട്ടൻ റെഡി. ഇനി ടീയ ജമ്പ് ചെയ്തിട്ട് ഇനി അങ്ങനെ സ്പീഡ് പോണേ. സൂത്രം കാണിച്ചു തരാം, പക്ഷെ വർക്കായിട്ടില്ല. സെക്കൻഡ് ടൈം ചെയ്യാട്ടോ. റെഡി അല്ലേ? ഓക്കെ, 1. സെക്കൻഡ് ടൈം ചെയ്യാണ് ഞങ്ങൾ. ഓക്കെ, 1, 2, 3. 1, 2, 3 ഗൈസ്.
പഠിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ടൈം ചെയ്യാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് പോകണം. അതെന്താണെന്ന് അറിയില്ല. സൂത്രം കാണിച്ചു തരാം. നമ്മുടെ അദ്ദിക്കുട്ടൻ സെക്ഷൻ മാറി കേട്ടോ, വേറെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ട്രെയിനിങ് വരുന്നത്. ഓ ഫൈനലി എത്തി. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അദ്ദിക്കുട്ട ഗുഡാ, സൂപ്പർ. പൊന്നേ നീ മുത്തുമണിയാടാ. ഗൈസ് ഇനിയിപ്പോൾ ടീയനെ കാണിച്ചു തരാം. ഇനി ടീയനെ അടുത്ത ഒരു ലെവലിലേക്ക് പോവാട്ടോ. ഗൈസ് നമ്മുടെ ടീയക്കുട്ടി ഇപ്പോൾ വരുന്നുണ്ട്. അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും, പക്ഷെ അവിടെ നിന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ നോക്കുക കേട്ടോ. അദ്ദിക്കുട്ട മാറൂ. കണ്ടോ പകുതി എത്തിയിട്ട് നിൽക്കുകയാണ്. അദ്ദിക്കിന് ഇനി അങ്ങോട്ടാട്ടോ സാറ് കൊണ്ടുപോകുന്നത്. ബ്രീത്ത് എടുക്കാൻ ഒരു സെക്കൻഡ് പോലെ നിർത്തില്ല കേട്ടോ. അടിപൊളി കേട്ടോ. ടീ അവിടെ നിൽക്കുകയാണ്. എനിക്കത് കാണുന്നുണ്ടെന്ന് മനസ്സിലാവണു. ഗൈസ് നമ്മുടെ ടീയക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. സ്ട്രക്ക് ആവോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന്, അതായത് നമ്മൾ മെയിൻ സംഭവത്തിൽ നിന്ന് അവൾക്ക് പോകാൻ പറ്റും, പക്ഷേ തിരിച്ചു പോയവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം അതില്ല. ടിയ എന്താ പൊന്നെ. എന്നാൽ ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, ടിയ നന്നായി പോകും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരാത്തത്. ടിയ പോടാ, കാണിച്ചു തരാം കേട്ടോ. ഞാൻ ടിയ ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോവും, കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ തന്നെ സ്വിം ചെയ്ത് പോവും. പക്ഷേ ആ ഒരു ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പോകും കേട്ടോ. ആ ഒരു അയ്യോ ഇപ്പം നിന്നു ഗൈസ്, സോറി കേട്ടോ. ഇത് 1 2 3 സ്വിം. ഗൈസ് സ്വിം ചെയ്ത് പോകുന്നുണ്ട്. അയ്യോ അപ്പോഴേക്കും അവിടെ ആൾക്കാർ വന്നതുകൊണ്ട് സ്റ്റക്കായി പോയിട്ടോ. ഫ്രണ്ടിൽ ഡേ ആ നടന്നു വരുന്നല്ല, സ്വിം ചെയ്ത് വരുന്ന കേട്ടോ നമ്മുടെ അദ്ദിക്കുട്ടൻ. അപ്പുറത്തുള്ളത് നമ്മുടെ ട്രെയിനിങ് സാറ്, ഡാഡി, എല്ലാവരും ഉണ്ട് കേട്ടോ. അദ്ദിക്കുട്ടൻ അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട്. അതെ ഓക്കെ വയ്യ. ടിയ ഒന്ന് ബാക്ക് ഒന്ന് ചെയ്തേ. ബാക്ക് ഫ്ലോട്ടിങ്. ഓക്കെ റെഡി 1 2 3. അപ്പോൾ ദേ ടീക്കുട്ടി ഇപ്പോൾ ഇതാട്ടോ പഠിക്കുന്നത്. പഠിച്ച് നോക്കുക കേട്ടോ. ഒന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും ഒരു ട്രൈ, കുട്ടി ട്രൈ. അവിടുന്ന് സ്വിം ചെയ്ത് വാ പൊന്ന, അവിടുന്ന് സ്വിം ചെയ്ത് വാ. സ്വിം ചെയ്ത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ടീക്കുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട്. ഓക്കെ മാക്സിമം 6ഓ? ഓക്കെ 6. ഓക്കെ നമുക്ക് നോക്കാം. ടീ റെഡി അല്ലേ? യെസ്. നന്നായി പുഷ് ചെയ്ത് പോവും. ഈ കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ സ്വിമ്മിങ് ക്ലാസ്സിനോടുകൂടി വിട പറയണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ശരി, എന്ത് പറഞ്ഞാലും ഉണ്ടോ ഒന്ന് കിട്ടില്ല. ഇതല്ലാതെ അവളുടെ വായിലൊന്നും വരില്ല. അപ്പം നമ്മൾ മാറ്റിയെടുക്കും കേട്ടോ ഗൈസ്, ഉറപ്പാ. അപ്പം നമ്മുടെ കൂടെ മാറ്റിയെടുക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ. കണ്ടോ ഇപ്പം എന്ത് പറഞ്ഞോ ഇവള് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ റെഡി സ്റ്റഡി. ആരില്ല, ഗോ. ഓക്കെ ഗൈസ് പോയിട്ടുണ്ട്. എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 6 കണ്ടോ, ആ പൊസിഷൻ 6 ആണ്. 6 കടക്കുന്നില്ല കേട്ടോ. നമ്മൾ അദ്ദിക്കുട്ടിനെ കണ്ടു കിട്ടിയതാണ്. സാധാരണ കാണാറില്ല, അവരും ബോയ്സ് സെക്ഷനിലല്ലേ. അപ്പോൾ ദേ ഇവിടെ അദ്ദിക്കുട്ടൻ ചിച്ചു ഇങ്ങോട്ട് വരും. പിന്നെ ഗൈസ് നമ്മുടെ അദ്ദിക്കുട്ടൻ വരികയാണ് കേട്ടോ. അദ്വിക് വേറെ ഏതോ ഒരു സ്റ്റൈലിലാണെന്നാണോ പറഞ്ഞത്. അതെന്ത് സ്റ്റൈലാടാ ചിക്കു? പുതിയൊരു സ്റ്റൈലാണോ? ഓക്കെ പറയുന്നത് ഇവിടെ നിന്ന് പുഷ് ചെയ്തിട്ട്. ഓക്കെ ഇവിടെ നിന്ന് അദ്വിക് പോണം. റെഡി ടീയ? ഇവിടെ നിന്ന് അദ്വിക്, ഇവിടെ നിന്ന് ടീയ കേട്ടോ. ശരി ഓക്കെ റെഡി. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഓക്കെ റെഡി 1 2 ഗോ. അങ്ങനെ ടീയ അദ്വിക് 2 പേര് 2 സൈഡിലോട്ടായിട്ട് പോകുന്നുണ്ട്. ആരാണ്
അത്യാവശ്യം ബ്രീത്ത് എടുത്ത് ടിയ നമ്മുടെ 6ൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അദ്വിക് അവിടെ നിന്നും കടന്ന് പോയിട്ടുണ്ട്. അവൻ അങ്ങോട്ട് പോയി ഗൈസ്. ഒരു ബാക്ക് ഫ്ലോട്ടിങ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 1 2 3 ഗോ. അതിപ്പോ മൂക്കിൽ എങ്ങനെയാ വെള്ളം വരാതിരിക്കാന്ന് എനിക്കറിയില്ല. ഓക്കെ പൊക്കോ. ഇല്ല ബാക്കിൽ ആരുമില്ല, ക്ലിയറാ, പൊക്കോ ഗൈസ്. വേഗം പൊക്കോട്ടെ, ഇനി ആരെങ്കിലും വന്നിട്ട് നീ പോടാ. നീ പോക്കോ. പൊക്കോ ഗൈസ്. ടീക്കുട്ടി ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഡാഡി ഉണ്ട്, ട്രെയിനിങ് സാർമാരുണ്ട്. ആ പകുതി എത്തുമ്പോൾ അവിടെ സ്ട്രക്കാ. ഫ്ലോട്ട് ചെയ്യാട്ടാ. റെഡി? പറയാം. ആദ്യക്കുട്ടൻ ദേ ഫ്ലോട്ട് ചെയ്ത് പോയി. ഇനി ടീക്കുട്ടി എത്രത്തോളം ഫ്ലോട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ പഠിച്ചിട്ട് പോവാട്ടോ. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. ആ റോപ്പിൽ എത്തുമെന്നൊന്നും അറിയില്ല. ഇവിടെ അദ്ദിക്കുട്ടൻ പകുതി എത്തി നിർത്തി. പക്ഷെ ടീക്കുട്ടി ഏകദേശം അവിടെ എത്തിട്ടോ. ഇവിടെ അദ്ദിക്കുട്ടൻ ട്രൈ ചെയ്യാണ്. ഇവിടെ ഡാഡി ഉണ്ട്, ഡാഡി സ്വിം ചെയ്ത് പോകുന്നുണ്ട്. 3 പേരും കൂടെ 1 2 ഗോ ഗൈസ്. അങ്ങനെ 3 പേരും കൂടെ സ്വിമ്മിങ് ആട്ടോ. ഡാഡി കേട്ടോ ഫസ്റ്റ് എത്തിയത്, അത് വേറെ കാര്യം. പിന്നെ ടിയ, ദെൻ അദ്വിക്. പക്ഷേ അദ്വിക്കാണ് എത്തേണ്ടത് ഗൈസ്. ഇവിടെ അദ്ദിക്കുട്ടൻ വന്നു. ടീക്കുട്ടി ഇങ്ങനെ മെല്ലെ ഫ്ലോട്ട് ചെയ്തിട്ട് ഇതാക്കട്ടെ. 2 പേരും കൂടെ മുട്ടട്ടെ. അടിപൊളി, 2 പേരുണ്ട്.